പണം നിലനിൽക്കാത്തത് എന്തുകൊണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മളെല്ലാവരും ലക്ഷ്മി ദേവിയെ സമ്പത്തിന്റെ ദേവിയായി അറിയുന്നു. പണം, ഐശ്വര്യം, ഭാഗ്യം ഇതെല്ലാം നൽകുന്ന ദേവിയാണ് ലക്ഷ്മി ദേവി. പക്ഷെ ഒരു പഴയ ഹിന്ദു വിശ്വാസമുണ്ട്. ലക്ഷ്മി ദേവി ഒരിടത്തും സ്ഥിരമായി താമസിക്കില്ല. അവൾ മനുഷ്യരുടെ വീടുകളിലേക്ക് വരികയും അവിടെ മനുഷ്യർ എങ്ങനെ ജീവിക്കുന്നു എന്ന് നോക്കുകയും ചെയ്യുന്നു. കാലങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയ ഗ്രാമത്തിൽ വളരെ ദരിദ്രനായ ഒരു ബ്രാഹ്മണൻ ജീവിച്ചിരുന്നു. അവന് പണമില്ല, ഭക്ഷണം പോലും പല ദിവസങ്ങളിൽ കിട്ടാറില്ല. എന്നാലും ഒരു കാര്യം അവൻ ഒരിക്കലും വിട്ടില്ല. ദിവസവും വൈകുന്നേരം ഒരു ചെറിയ വിളക്ക് തെളിച്ച് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുമായിരുന്നു. അവന്റെ പ്രാർത്ഥന വളരെ ലളിതമായിരുന്നു. അമ്മേ, സമ്പത്ത് വേണ്ട, ജീവിക്കാൻ മതിയാവുന്ന അനുഗ്രഹം മാത്രം തരൂ. ഒരു രാത്രി വീട് മുഴുവൻ സ്വർണ്ണപ്രകാശം നിറഞ്ഞു. അവന്റെ മുന്നിൽ ലക്ഷ്മി ദേവി പ്രത്യക്ഷപ്പെട്ടു. ശാന്തമായ മുഖം, കരുണ നിറഞ്ഞ കണ്ണുകൾ. ദേവി പറഞ്ഞു, നിന്റെ ഭക്തി സത്യമാണ്. ഞാൻ നിന്റെ വീട്ടിൽ ഐശ്വര്യം നൽകും. പക്ഷെ അവൾ ഒരു മുന്നറിയിപ്പും നൽകി. ലഭിക്കുന്ന സമ്പത്തിനെ ഒരിക്കലും അവഹേളിക്കരുത്. അതിനുശേഷം അത്ഭുതങ്ങൾ ആരംഭിച്ചു. ഗ്രാമം മുഴുവൻ അവരെ ആദരിക്കാൻ തുടങ്ങി. പക്ഷേ സമ്പത്ത് കൂടുമ്പോൾ മനുഷ്യരുടെ മനസ്സും മാറാൻ തുടങ്ങി. ഭക്ഷണം പാഴാക്കാൻ തുടങ്ങി, പാവങ്ങളെ അവഗണിച്ചു. അഹങ്കാരം വളർന്നു. അന്ന് രാത്രി ആരും കാണാതെ ലക്ഷ്മി ദേവി ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് നടന്നു. വിളക്ക് സ്വയം അണഞ്ഞു. വീട്ടിലെ പ്രകാശം കുറഞ്ഞു. അടുത്ത മാസങ്ങളിൽ എല്ലാം മാറി. വ്യാപാരം നഷ്ടപ്പെട്ടു, പണമില്ലാതായി, സന്തോഷം അപ്രത്യക്ഷമായി. വീട് വീണ്ടും ദാരിദ്ര്യത്തിലേക്ക് മടങ്ങി. അപ്പോഴാണ് ബ്രാഹ്മണന് സത്യം മനസ്സിലായത്. ലക്ഷ്മി പണം മാത്രമല്ല, അവൾ ശാന്തിയും വിനയവും കൂടിയാണ്. അതുകൊണ്ടാണ് മുതിർന്നവർ പറയുന്നത്, സമ്പത്ത് വരുന്നത് ഭാഗ്യം, പക്ഷെ അത് നിലനിൽക്കുന്നത് സ്വഭാവം. ഇനിയൊരു ചോദ്യം, നിങ്ങളുടെ വീട്ടിലേക്ക് ലക്ഷ്മി വന്നാൽ അവൾ അവിടെ തുടരാൻ കാരണമാകുമോ?